ഇപ്പോൾ കിട്ടുന്ന വാർത്തയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മരിച്ചു എന്ന വിവരം വരുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക, 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ പ്രദേശത്ത് തന്നെയുള്ള മാണിക്കോത്ത് പാലക്കീൽ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ പള്ളിക്കുളത്തിൽ, അതായത് പാലക്കീൽ പഴയ പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്, പള്ളിക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഇവർ. 3 പേരും അപകടത്തിൽപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും എത്തി ഇവരെ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇപ്പോൾ 2 കുട്ടികൾ മരിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഒരു കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഈ 2 കുട്ടികൾ മരിച്ചവരിൽ 2 കുട്ടികളിൽ സഹോദരങ്ങളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളതെന്നും ഒരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗുരുതരമായി ഇപ്പോൾ ചികിത്സയിലുള്ളത് അസീസിന്റെ മകൻ 9 വയസ്സുള്ള അഫാസ് എന്ന ഒരു കുട്ടിയാണ്. ഈ 2 കുട്ടികളുടെ പേര് വിവരം ലഭ്യമായിട്ടുള്ള ഇവരുടെ രക്ഷിതാക്കളൊക്കെ വിദേശത്താണുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 സഹോദരങ്ങൾ ഇപ്പോൾ മരണപ്പെട്ടു എന്ന അതിദാരുണമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കാസർഗോഡ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നേടുക ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. ഈ മരിച്ച കുട്ടികൾ സഹോദരങ്ങളാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. 4 മണിയോടെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇത് നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു കുളമാണ് എന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നു. പള്ളിയുടെ സമീപമുള്ളതുമാണ്. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ? കുട്ടികൾക്ക് നീന്തൽ അറിയില്ലായിരുന്നോ? പരിചയം ഇല്ലാത്തത് മാത്രമാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? രേണുക, ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും എത്തിയതിനു ശേഷമാണ് ഇവരെ കുട്ടികളെ ഈ ആശുപത്രിയിൽ എത്തിച്ചത്. ആ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ജീവൻ ഉണ്ടാകുമെന്ന്. പക്ഷേ 2 കുട്ടികൾ അല്പസമയം മുമ്പാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് സ്ഥിരീകരിച്ചത് 2 കുട്ടികൾ മരണപ്പെട്ടു എന്നത്. അതും ഒരേ കുടുംബത്തിൽ, അത് സഹോദരങ്ങളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കുട്ടി വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോൾ ചികിത്സയിലുണ്ട്. കുട്ടിയെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ അവർ മംഗളൂരുവിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയുമുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടികൾ വേനലവധി ആഘോഷത്തിനായി കുളത്തിൽ സ്ഥിരമായി വരാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇനി നീന്താൻ അറിയാതെ അപകടത്തിൽപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഈ മരണപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കൾ മലേഷ്യയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ ആരും തന്നെ എത്തിയിട്ടില്ല. എന്തായാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കുട്ടി കൂടിയുണ്ട്. ആ കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തുടരുകയാണ്. രേണുക, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ. എറണാകുളത്ത് 14 വയസ്സുകാരിയെ കാണാതായി. സഹോദരിക്കൊപ്പം തൈക്കൂടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അങ്കിത കൊയ്റയെ കാണാനില്ലെന്നാണ് പരാതി. അങ്കിതയുടെ സഹോദരിയും ഭർത്താവും തൈക്കൂടത്താണ് താമസം. ഇവരോടൊപ്പം താമസിച്ച് സ്കൂളിൽ ചേർന്ന് പഠിക്കാനായി 2 ആഴ്ച മുൻപാണ് അങ്കിത അസമിൽ നിന്ന് എത്തിയത്. ചൊവ്വാഴ്ച രാത്രി സഹോദരിയും ഭർത്താവും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി വീട്ടിലില്ല എന്ന് അറിഞ്ഞത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ കയറി സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതായി കണ്ടെത്തി. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.